നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് മുത്തച്ഛനും മുത്തശ്ശിയുമാണ് നമുക്ക് കഥകൾ പറഞ്ഞു തരാറുള്ളത്. ഇവിടെ റോളാണ് എടുക്കുന്നത്. ഈ കഥയുടെ അവസാനം നടക്കുന്നത് ഒരു തീരദേശ പ്രദേശത്താണ്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷിബു. നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി അല്ലേ? ചെറിയ കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതിൽ കുറച്ച് ഗ്യാപ്പ് വന്നു. സോ വെൽക്കം ടു ഓറ കരിയർ ഗൈഡൻസ് യൂട്യൂബ് ചാനൽ. ഓറ കരിയർ ഗൈഡൻസ് എന്ന സ്ഥാപനം എഡിമൈൽ സ്റ്റോൺസിൻ്റെ ചാനൽ പാർട്ട്നേഴ്സാണ്. ഓറ കരിയർ ഗൈഡൻസിൻ്റെ ഇമെയിൽ ഐ ഡിയും ഓറ കരിയർ ഗൈഡൻസ് എന്ന സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റും ഓറ കരിയർ ഗൈഡൻസ് എന്ന സ്ഥാപനത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഡീറ്റെയിൽസും ഈ വീഡിയോൻ്റെ മുകളിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, ഷിബുവിൻ്റെ പേഴ്സണൽ മൊബൈൽ നമ്പർ കൂടി ഞാൻ മേലെ കൊടുക്കുന്നുണ്ട്. ഓറ കരിയർ ഗൈഡൻസ് ഇപ്പോൾ +2 റിസൾട്ട്സൊക്കെ അടുത്ത കൊല്ലം മെയ് 20 ഉള്ളിൽ വരും. അപ്പോൾ കേരളത്തിൽ നമ്മുടെ കൊച്ചിയിൽ തന്നെ ഞങ്ങൾക്ക് ധാരാളം കോളേജസ്, ടൈഡപ്പ് കോളേജസ് കൊച്ചിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ അവരുടെ പേരൻസിനോ ഷിബുവിനെ നേരിട്ട് ഇമെയിൽ ഐ ഡിയിലോ മൊബൈൽ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയ കഥയുമായിട്ടാണ്. സാധാരണ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് മുത്തച്ഛനും മുത്തശ്ശിയുമാണ് നമുക്ക് കഥകൾ പറഞ്ഞു തരാറുള്ളത്. നമ്മൾ ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബമായപ്പോൾ നമുക്ക് മുത്തച്ഛനും മുത്തശ്ശിയും എന്നേക്കുമായി നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു മുത്തച്ഛൻ്റെയോ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ റോളാണ് എടുക്കുന്നത്. അവസാനം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് ഈ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കഥയിലേക്ക് കിടക്കാം. കഥ നടക്കുന്നത് ഒരു തീരദേശ പ്രദേശത്താണ്. അവിടെ ഒരു പഴയ ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നു. ഈ ലൈറ്റ് ഹൗസ് പരിപാലിച്ചു പോന്നിരുന്നത് ഗോപിച്ചേട്ടൻ എന്ന് പേരുള്ള ഒരാളായിരുന്നു. ആ ലൈറ്റ് ഹൗസിൻ്റെ ക്ലീനിങ്, ലൈറ്റ് ഹൗസിൻ്റെ ലെൻസ് ക്ലീനിങ്, കാരണം കടൽ കാറ്റടിച്ചിട്ട് ഉപ്പ് വന്ന് ഈ ലെൻസിൽ ശേഖരിക്കും. അപ്പോൾ അത് ക്ലീൻ ചെയ്യുക, അതിൻ്റെ റൊട്ടേഷൻ നോക്കുക, അതൊക്കെയാണ് ഗോപിച്ചേട്ടൻ്റെ മെയിൻ ഡ്യൂട്ടി. ഗോപിച്ചേട്ടന് ഇപ്പോൾ 68 വയസ്സായി. 62 അല്ല, 68 വയസ്സോളമായി. ഇത് സാങ്കല്പിക കഥാപാത്രം മാത്രമാണ്. കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഈ ലൈറ്റ് ഹൗസ് പരിപാലിച്ചു പോകുന്നത് ഗോപിച്ചേട്ടനാണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ ഗോപിച്ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ, ഇപ്പോൾ സാങ്കേതിക വിദ്യകളൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. അതുമാത്രമല്ല, മിക്ക കപ്പലുകൾക്കും GPS സിസ്റ്റമുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഈ ലൈറ്റ് ഹൗസ് പരിപാലനം അത് എത്രത്തോളം മറ്റുള്ളവർക്ക് ഗുണം ചെയ്യും എന്നതിൽ എനിക്ക് സംശയമുണ്ട്. ആ പയ്യന് 26 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ഗോപിച്ചേട്ടൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. എനിക്കറിയാം GPS സിസ്റ്റം അടിപൊളി അഡ്വാൻസ്മെൻറ്റ്സൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും കപ്പൽ ഏതെങ്കിലും സമയത്ത് നടുക്കടലിൽ GPS സിസ്റ്റം തകരാറിലായാൽ അവർക്ക് ഒരു പക്ഷേ ഈ പഴയ ലൈറ്റ് ഹൗസ് സഹായകരമായിരിക്കില്ലേ. അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ഇതിൻ്റെ റിസൾട്ട് ഞാൻ നോക്കാറില്ല. ഓറ കരിയർ ഗൈഡൻസ് വഴി ഏതെങ്കിലും കാൻഡിഡേറ്റ്സിന് ഒരു മാർഗനിർദ്ദേശം എനിക്ക് നൽകുവാൻ കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ കഥയുമായിട്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു. ബൈ ബൈ.